ഹലോ. അപ്പോൾ നമുക്കേ നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടാലോ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ സച്ചി ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ രവതിയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധി കടയിൽ പോയിട്ടുണ്ട്, പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയിട്ട് 500 രൂപ കൊടുത്തിട്ട് ബാക്കി കൊടുന്നു കൊടുക്കുന്നത് 10 രൂപയോ 12 രൂപയോ അടുത്താണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ പറയും, അയ്യോ ഇത്രയും സാധനങ്ങൾ, ഇത്രയും രൂപയ്ക്ക് സാധനങ്ങൾ പച്ചക്കറി മേടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി കേട്ടോ. അപ്പോൾ നമ്മളെ സച്ചിയല്ലേ ആൾ. അപ്പോൾ പറയാം, സത്യം പറയടാ, എത്രക്കേടാ നീ പച്ചക്കറി മേടിച്ചാൽ, അതോ നീ ബാക്കി പൊറോട്ടയും ബീഫും കഴിച്ചോ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല അച്ഛാ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് അപ്പോൾ നമ്മുടെ രവി എടുത്തിടുന്നുണ്ട്, നാളെ ഇപ്പോൾ എന്താ അവിടുത്തെ വിശേഷം എന്നറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എന്താ വിശേഷം, അപ്പോൾ നിനക്കറിയില്ലേ സച്ചി എന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല നാളെ എന്താ ഇവിടെ വിശേഷം. അപ്പോൾ അങ്ങനെ നോക്കുകയാണ്, ഓഹോ അപ്പോൾ അറിയില്ല. അപ്പോൾ എടുത്തൊഴിക്കും നമ്മളുടെ സച്ചി അറിയും, എന്താണ് ഇവൻ അച്ഛൻ്റെ പൈസയും കട്ടുകൊണ്ട് പോയ ദിവസമാവും എന്നിങ്ങനെ പറയാണ്. നാളെ അതാണോ വിശേഷം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ രേവതിക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ രേവതി പറയും, അച്ഛാ അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട അച്ഛാ, അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല, കാരണം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതങ്ങോട്ട് പിടിക്കണില്ല. അപ്പോൾ പറയുമോ, ഇദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പറയും, എന്താ ചെറിയ എടാ നാളെ നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞപ്പോൾ, നാളെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ എന്ന് പറയും. അപ്പോൾ സത്യക്ക് മനസ്സിലായി നമ്മുടെ രേവതിക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ചുകൊണ്ട് പോയി നിൽക്കുകയാണ്. പുറത്ത് പോയി നിൽക്കുമ്പോൾ പിന്നെ സച്ചി പോയിട്ട് പറയും, നമുക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മിണ്ടുന്നില്ല, പരിഭവമാണ് നമ്മുടെ രേവതിക്ക്. ഞാൻ പറയുന്നു ഈ ഒന്ന് കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴും രേവതി അത് ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം ഏതൊരു പെണ്ണിനും അവനൻ്റെ ആ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ നല്ല ഓർക്കുന്നതാണല്ലോ. അപ്പോൾ അതൊരു സന്തോഷമാണ്, ഭർത്താവ് ഓർമ്മിച്ചിരിക്കുക എന്നൊക്കെയാണല്ലോ എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ, അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ സച്ചി എന്നിട്ട് പറയുകടോ, ഞാൻ നിന്നെ നമ്മൾ അന്ന് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചില്ലേ, ശരിക്കും അന്നാണ് താലി കെട്ടി കല്യാണം കഴിച്ചല്ലോ, അന്നാണ് ശരിക്കും എൻ്റെ മനസ്സിൽ നമ്മുടെ പിന്നെ കല്യാണ ദിവസം. മറ്റേത് ഒരു ചടങ്ങ് പോലെ നടന്നിട്ടല്ലുള്ളൂ, അതിന് ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അന്നത്തെ ദിവസമാണ് ഞാൻ, എൻ്റെ മനസ്സിൽ നീ അന്നാണ് ശരിക്കും നമ്മൾ ഭർത്താക്കന്മാരായണത് എന്നിങ്ങനെ പറയുകയാണ് സച്ചി കേട്ടോ. അങ്ങനെ ആ പറയുന്നതിലേക്ക് നമ്മുടെ അച്ചമ്മയും വരുന്നുണ്ട്. അച്ചമ്മ സർപ്രൈസായിട്ട് വരികയാണ് തോന്നുന്നു കേട്ടോ ചടങ്ങിലേക്ക്. എന്തായാലും അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാനുള്ള നല്ലൊരു മൂഡിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഇനിയും ചിലപ്പോൾ അച്ചമ്മ വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട്. അച്ചമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ നല്ല മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാണ് അവരുടെ ലൈഫിലുണ്ടാവുന്നുണ്ടോ ഒന്നും അറിയില്ല. കാരണം അച്ചമ്മ കുറേ നാളായി വന്നിട്ട്, ഇവർ അങ്ങോട്ട് പൊങ്കലിന് പോയിട്ട് പിന്നെ അച്ചമ്മ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അച്ചമ്മ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി പരിപാടിയൊക്കെ ആയിട്ട് നാളത്തെ നമ്മളുടെ ചെമ്പനീർ പൂവ് നല്ല സൂപ്പറായിട്ട് തന്നെ പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.